ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമുക്കേ വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കണ്ടാലോ? വായോ. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം ചട്ടി വെക്കുക. ചട്ടി വെച്ചതിന് ശേഷം നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൊക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോൾ അടിക്ക് പിടിക്കില്ല. ഇതൊരു ടിപ്പാണ് കേട്ടോ. നന്നായിട്ട് യോജിപ്പിക്കുക എണ്ണ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച കൂട്ട് അതിൻ്റെ തൊട്ടിട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് ആ പച്ചമുളകൊക്കെ മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകാണ് കേട്ടോ ഇതിന് എടുത്തേക്കുന്നത്. ഒരു 4-5 ഉള്ളി വെളുത്തുള്ളിയും അത്രയും മതി കേട്ടോ. നന്നായി മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആ പച്ചമുളകൊക്കെ മാറുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. അത് മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല്. ആ സമയത്ത് വേണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ സവാള. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി വരട്ടെ. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സവാളയുടെ ഒരു ചെറിയ ഗോൾഡൻ നിറമാകുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോഴൊക്കെ നമ്മൾ തീ കുറച്ച് വെച്ചാണ് വഴറ്റാൻ കേട്ടോ. നമ്മുടെ ചട്ടി ആയതുകൊണ്ട് ഈ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ ആ പഴയ ടിപ്പ്, അതായത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയുടെ അകത്തോട്ട് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാള അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണില്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം പോലെ അല്ല കേട്ടോ നമ്മുടെ ചട്ടി. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി വഴറ്റി വരുമ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ആ ഗോൾഡൻ നിറമുള്ള കളർ കണ്ടോ. ഇങ്ങനെ വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. ഒരുപാട് നേരമൊന്നും വഴറ്റേണ്ട. നന്നായിട്ട് കുറച്ച് അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഒരു സ്പൂണാണ് കേട്ടോ ഞാൻ മല്ലിപ്പൊടി ഇട്ടേക്കുന്നത്. എനിക്കധികം മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അത് മാത്രമല്ല ഈ ചിക്കൻ കറി ഒരു പ്രത്യേക തരം ചിക്കൻ കറിയാണേ. അതിനുശേഷം മുളക് പൊടി ഞാൻ ഇട്ടേക്കുന്നത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ നോർമൽ എരിവെള്ള മുളക് പൊടി മിക്സ് ചെയ്ത് ഞങ്ങൾ വെച്ചേക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ കൈ അടക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിന് ശേഷം ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ മസാല ഇതിൽ ചേർക്കുന്നില്ല, ഗരം മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഗരം മസാലയുടെ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഗരം മസാലയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. ഇത് നമ്മൾ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ടിട്ട് യോജിപ്പിച്ച് നല്ല രീതിയിൽ യോജിപ്പിച്ച് കണ്ടോ. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ എണ്ണയിലും ആ കൂട്ടിലും കിടന്നാണ് ഈ ചിക്കൻ ഇങ്ങനെ ആവണം കേട്ടോ. അപ്പോൾ അവ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ അരപ്പൊക്കെ ചിക്കൻ്റെ എല്ലാത്തിലോട്ട് നന്നായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോഴേ ഒന്നും വെള്ളം ഒഴിക്കരുത് കേട്ടോ. നന്നായിട്ട് പിടിക്കണേ. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഒരു അടപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാനായിട്ട്. കണ്ടോ, ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. വെള്ളമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ചെറു തീയിൽ വെച്ച് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആഹാ, ചിക്കനിൽ നിന്ന് വന്ന വെള്ളമൊക്കെ വന്ന് നമ്മുടെ കറിയുടെ ആ രസം നോക്കിക്കേ. എന്ത് ഭംഗിയല്ലേ അവനെ കാണാനായിട്ട്. നമ്മുടെ ഈ ബിരിയാണി മസാലക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും കേട്ടോ. പക്ഷെ ഇത് നമ്മളൊരു ചിക്കൻ പെരട്ട് പോലെയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടല്ല, കുറച്ച്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ചിക്കൻ കറി പോലെ ആയി പോവേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടിക്ക് പിടിക്കാത്ത രീതിയിൽ അതിനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഒന്ന് മൂടി വെക്കണം. ചെറു തീയിൽ വെച്ചിട്ടാണ് ഒരു 15 മിനിറ്റ് കേട്ടോ. അതേ കറി തിളക്കണം കണ്ടോ. അതിൽ വെള്ളം വന്നത് കണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നോക്കിക്കേ, അടിപൊളിയായി. അവൻ്റെ തിള കണ്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആ ചൂട് ചോറിൻ്റെ പുറത്തോട്ട് നമ്മുടെ ചിക്കൻ കറിയും കൂടി എടുത്തു കണ്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി നല്ല ചൂടുള്ള ചോറും. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചാലോ. ഹലോ ടേസ്റ്റർ, ഒറിജിനൽ അഭിപ്രായം വേണം പറയാനായിട്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സൂപ്പർ കുക്കാണെന്ന് എനിക്കറിയാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല തിക്ക് ഗ്രേവിയാണ്. ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാ പറയുകയല്ല, നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാല് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ബൈ.